ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ 2ാം പതിപ്പ് ജനുവരി 28 മുതൽ ഫെബ്രുവരി 1 വരെ നടക്കും. ഐക്യരാഷ്ട്രസഭയുടെ പ്രാക്ട് ഫോർ ദ ഫ്യൂച്ചർ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന സംഗമത്തിന് 2 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കും. വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, സംരംഭകത്വം, എർത്ത്, പരിസ്ഥിതി, ഭക്ഷണം, സംസ്കാരം എന്നിങ്ങനെ 7 വ്യത്യസ്ത മേഖലകളിലായി 400-ലധികം അന്താരാഷ്ട്ര വിദഗ്ധർ ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റ് 2ാം പതിപ്പിൽ സംവദിക്കും. 400-ലധികം വിദഗ്ധർ, 200-ലധികം സെഷനുകൾ, 50-ലധികം മാസ്റ്റർ ക്ലാസുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവ ഉച്ചകോടിയുടെ ഭാഗമായി നടക്കും. പുതിയ തലമുറയുടെ മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ജെൻസി ലിംഗോ ലാബ്, ബന്ധങ്ങളെക്കുറിച്ചുള്ള അരികെ തുടങ്ങിയ സെഷനുകൾ ഇത്തവണത്തെ പ്രത്യേകതകളാണെന്ന് സംഘാടകർ അറിയിച്ചു. ഇതിനു പുറമെ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ പീപ്പിൾസ് സ്റ്റേജ് എന്നൊരു ആശയവും നടപ്പിലാക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് പിന്നോക്കം പോയത്, ഇതെന്താണ് സമ്മിറ്റ്, ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നു. ഈ വർഷം അതും കൂടെ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുക. നമുക്ക് പല ഫെസ്റ്റിവലുകളും ഇന്ന് കേരളത്തിലുണ്ട്, ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളുണ്ട്, അതുപോലെ തന്നെ ബിസിനസ് കോൺക്ലേവ്സ് ഉണ്ട്, പലതരം ഇവന്റുകളുണ്ട്. അതെല്ലാം ഒരു പർട്ടിക്കുലർ ഡൊമൈനെ ഫോക്കസ് ചെയ്ത ഈവന്റ് അല്ലെങ്കിൽ ഫെസ്റ്റിവലാണ്. ഇത് വ്യത്യസ്തങ്ങളായ ആശയങ്ങളെയും വ്യത്യസ്തങ്ങളായ സെലിബ്രേഷൻ, വ്യത്യസ്തങ്ങളായ ഐഡിയകളെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നത് കൊണ്ട് ഈ ഫെസ്റ്റിവൽ, ഈ സമ്മിറ്റിന് പല എലമെന്റുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫ്യൂഷൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. കേരളത്തിലെ ഉത്സവപ്പറമ്പുകളുടെ പ്രതീതി നൽകുന്ന ഫെസ്റ്റിവൽ വില്ലേജ്, ഫ്ലീ മാർക്കറ്റുകൾ, ഡിസൈൻ ഫെസ്റ്റിവൽ, ഫാഷൻ ഷോ എന്നിവയും സജ്ജമാണ്. ഭാവിയെ മുൻനിർത്തിയുള്ള ഫ്യൂച്ചർ കേരള മിഷന്റെ പ്രവർത്തനങ്ങൾക്കും കുളവാഴ നിർമ്മാർജ്ജനം പോലുള്ള സാമൂഹിക വിഷയങ്ങൾക്കും ഉച്ചകോടി ഊന്നൽ നൽകുന്നുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. ജനം, കൊച്ചി.